ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 അംഗങ്ങളുമാണ്. കമ്മീഷന്റെ ഘടന. ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. 1967 വരെ. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. ബഹുകക്ഷി സമ്പ്രദായം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്നു പറയുന്നത്. ബഹുസ്വരത. ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മത-വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക അധികാരങ്ങൾക്കും തുല്യ അവകാശങ്ങളും പ്രാതിനിധ്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യാസങ്ങളെ രാഷ്ട്രീയമായി നിലകൊള്ളുന്നതിനാൽ നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുണ്ട്. മത, ഭാഷ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്രവിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5 മുതൽ 5ലും 6ലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. എല്ലാ മതങ്ങളും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതം വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുന്നണി ഗവൺമെന്റ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണിയുണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ. ഫെഡറൽ വ്യവസ്ഥ. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുമുണ്ടായിരിക്കും. വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുവാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾ ജനങ്ങൾ വിധേയമാക്കപ്പെട്ടു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമുണ്ടാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമം, ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കുമുണ്ടായിരുന്നു. ലക്ഷ്യപ്രമേയം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഭാരതത്തിന്റെ ഭരണഘടന. ആമുഖം.
ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ. ഇങ്ങനെയാണ് ആമുഖത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. ഭരണഘടനയുടെ സവിശേഷതകൾ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ, കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളിലും പ്രധാന അധികാര കേന്ദ്രമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അർദ്ധ ഫെഡറൽ സംവിധാനം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരത്തിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ഏക പൗരത്വം. ഭരണഘടനയുടെ പരമാധികാരം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അധികാര വിഭജനം 7-ാം പട്ടികയിൽ. യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം: വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. സംസ്ഥാന ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നിവയാണ് ഉദാഹരണങ്ങൾ. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം: വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ അടിസ്ഥാനം
എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ ബി. ആർ. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുമുള്ളതാണ് ഇത്.